ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ വീട്ടിൽ ഫുൾ ഡേ റൂട്ടീനുമായിട്ടാണ്. ഇതിൽ ഡീപ്പ് ക്ലീനിങ് കാണിക്കുന്നുണ്ട്, ക്ലീനിങ് ടിപ്സും അറിയുന്നുണ്ട്. അതുപോലെ തന്നെ ലഞ്ചിനോ അല്ലാന്നുണ്ടെങ്കിൽ ഡിന്നറിനോ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സുറുബിയൻ ബിരിയാണിയും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കാം. അപ്പോൾ അന്നത്തെ ദിവസം ഇക്കും മക്കളെല്ലാം പോയിട്ടുണ്ട്. ഞാനിതാ വേഗം തന്നെ ഉച്ചയ്ക്കുള്ള ഫുഡ് റെഡിയാക്കി എടുക്കലാണ്. കാര്യം എനിക്കിന്ന് ഡീപ്പ് ക്ലീനിങ് ഉണ്ട്. അപ്പോൾ ഇന്ന് സുറുബിയൻ ചിക്കൻ ബിരിയാണി റെഡിയാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതാകുമ്പോൾ സിമ്പിളല്ലേ. അതിനായിട്ട് ഇതാ ഞാനില്ലേ സാഫ്രോണ് കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്, 1/4 കപ്പ് തൈര്, 2 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, 1 തക്കാളി, 5 പച്ചമുളക്, 1 ക്യാപ്സിക്കം, പിന്നെ 3-4 വലിയ ഉരുളക്കിഴങ്ങ് ഇതുപോലെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും പിന്നെ ചിക്കനും കൂടി എടുത്തിട്ടുണ്ട്. 1 ബൾബ് വെളുത്തുള്ളിയും 2 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചിയും കൂടി എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ബസ്മതി റൈസാണ് വേണ്ടേ. ഏത് റൈസ് ആയാലും കുഴപ്പമില്ല, നിങ്ങളെ കയ്യിലുള്ള റൈസ് എടുക്കുക. നമ്മൾ ബിരിയാണിയെല്ലാം വെക്കുന്ന റൈസ് ആയാലും കുഴപ്പമില്ല. പക്ഷേ ബസ്മതി റൈസ് ആകുമ്പം കുറച്ചുകൂടി നല്ലത്, പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു യമനി ആ ഒരു ടൈപ്പ് സുറുബിയൻ ബിരിയാണി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റൈസാണ് കേട്ടോ കൂടുതൽ നല്ലത്. അപ്പോൾ ഇതാ ഞാനിത് 3/4 കിലോ എടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴുകിയിട്ട് ഒരു 10-15 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ ഇതാ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്കില്ലേ ഒരു 1/4 കപ്പോളം വെളിച്ചെണ്ണ, എന്താ പറയുക, ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക, ഏതായാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്കില്ലേ 1 ടേബിൾ സ്പൂൺ ഗീയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലൊന്ന് നല്ലോണം ചൂടായിട്ട് വരുമ്പം ഇതിലേക്ക് നമ്മൾ കട്ടാക്കി വെച്ച ഉള്ളിയില്ലേ അതിൽ നിന്ന് ഞാൻ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ബിരിയാണിക്കെല്ലാം ചെയ്യൂലേ അതുപോലെ ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക, ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ. ഇനിയിപ്പോൾ ഇതാ റൈസ് വേവിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മളെപ്പോഴും ഊറ്റിയെടുക്കുന്ന റൈസ് അങ്ങനെ ഊറ്റിയെടുക്കുകയാണെങ്കിലേ കുറച്ച് അധികം ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതാ ഇതിലേക്കില്ലേ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കറാമ്പൂ, പട്ട, ഏലക്ക എല്ലാം കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുക. ആ ഒരു ടൈമിലില്ലേ നമ്മുടെ എന്താ പറയുക ഉള്ളി നല്ലോണം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഉള്ളി ഈ ഒരു കളറാകുമ്പോൾ ഉള്ളി ഈ ഒരു കളറാകുമ്പോൾ തന്നെ എണ്ണയിൽ നിന്ന് കോരി മാറ്റണം കേട്ടോ. കാര്യം ഇത് നമ്മൾ കോരി മാറ്റിയ ശേഷം ഒന്നുകൂടി ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് വരും. ഉള്ളി കരിയാൻ നിൽക്കണ്ട, കരിഞ്ഞാൽ ടേസ്റ്റേ മാറിപ്പോകും. ഞാനിപ്പോൾ ഇത് മൊത്തത്തിൽ ഉള്ളി ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ആ ഒരു 2 വലിയ ഉള്ളിയിലാണെന്നുണ്ടെങ്കിൽ 3 ഉള്ളിയാണെങ്കിൽ 3 ഉള്ളി
ചെറുതാണെങ്കിൽ 3 ഉള്ളി അത് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങില്ലേ ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കണം. ഒന്നും ഉപ്പും മുളകൊന്നും പറ്റി കൊടുക്കണ്ട. ഈ ഒരു ഓയിലിൽ കിടന്നിട്ട് തന്നെ എന്താ പറയുക ഉരുളക്കിഴങ്ങൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഉരുളക്കിഴങ്ങൊന്ന് ചെറുതായിട്ട് ഫ്രൈ ആയിട്ട് വരുന്ന ടൈമിലില്ലേ നമുക്കിതിലേക്ക് കഴുകി ക്ലീൻ ആക്കി വെച്ച ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുക. ചിക്കൻ്റെ അളവ് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. അപ്പം കഴുകി ക്ലീൻ ആക്കിയിട്ട് വെച്ച ഒരു ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചിക്കനും കൂടി ഒന്ന് ഫ്രൈ ആയിട്ട് വരണം. അതുവരെ ഹൈ ഫ്ലെയിമിൽ ഞാൻ അടച്ചു വെക്കലാണ്. ഇനിയിപ്പോൾ ഇതിലേക്കില്ലേ കുറച്ച് മസാല റെഡിയാക്കണം. അതിനായിട്ട് ഇതാ ഞാൻ ആ ഫ്രൈ ആക്കി വെച്ച ഉള്ളിയില്ലേ അതിൽ നിന്നും പകുതി, പിന്നെ ഒരു തക്കാളി, ഒരു ബൾബ് വെളുത്തുള്ളി, 2 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി, 1/4 കപ്പ് തൈര്, അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലോണം പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഭാഗം കട്ടായി പോയതാണ്. നമ്മൾ ഫ്രൈ ആക്കി വെച്ച ഉള്ളിയില്ലേ അതിൽ നിന്നും പകുതിയും, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, ഒരു തക്കാളി, പിന്നെ 1/4 കപ്പ് തൈര്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണ് ഗരം മസാല പൗഡർ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ തന്നെ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണിലും കുറച്ച് കുറവ് ചെറിയ ജീരകം പൊടിച്ചതില്ലേ അത് ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂണ് മുളക് മല്ലി മിക്സാണ്. നിങ്ങളതിൽ ഇല്ലാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണ് മുളക് പൊടിയും 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് എല്ലാം കൂടി പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ആ ഒരു ടൈമിൽ ഈ ചിക്കനിലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ട് വരണം കേട്ടോ. ഞാനിപ്പം സ്പീഡിൽ ചെയ്യുന്നതാണ്, കാര്യം ഇന്ന് എനിക്ക് ക്ലീനിങ്ങും കൂടിയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്നൊന്ന് തട്ടിക്കൂട്ടിച്ചുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. ഇത് നല്ലോണം ഫ്രൈ ആയിട്ട് കളർ ചേഞ്ച് ആയിട്ട് വരണം കേട്ടോ ചിക്കൻ്റെ. എന്നിട്ട് മാത്രമൊന്നും ഈ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കണ്ടേ. ഈ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഉള്ളിയെല്ലാം ഫ്രൈ ആക്കി വെച്ച അരപ്പല്ലേ, നല്ല ടേസ്റ്റി ആയിരിക്കും ചിക്കൻ ഉണ്ടാവുക. ഇതാ മിക്സി കഴുകിയ ഒരു വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടിയിട്ട് മസാല എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ മിക്സ് ആക്കുക. പിന്നെ പ്രത്യേകം നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് സാഫ്രോണിനെ വെള്ളത്തിൽ, കുങ്കുമം വെള്ളത്തിൽ വെച്ചിട്ടില്ലേ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പകുതി മാത്രം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ക്യാപ്സിക്കം, 5 പച്ചമുളക്, 1 കൈപ്പിടി നിറയെ, അത്രയും വേണ്ട, എന്നാലും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. പുതിനയില ഉണ്ടെങ്കിൽ പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാം കൂടി മിക്സ് ആക്കി വെക്കുക. മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ഈ വെള്ളം വെറ്റുന്നത് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. കാര്യം ചിക്കന് നമ്മൾ ഓൾറെഡി ഫ്രൈ ആക്കിയില്ലേ, ഇനിയിപ്പം ഈ ഒരു മസാല ചിക്കനിൽ പിടിക്കണമെന്നേ ഉള്ളൂ. ആ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക കേട്ടോ. ആ ഒരു ടൈമിൽ നമ്മുടെ റൈസ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിന്. റൈസ് കുക്കായിട്ട് വന്നിട്ടുണ്ടായിന്. ഒരു 90% മാത്രം വെന്താൽ മതി കേട്ടോ. ഇനിയിപ്പം ഇതിലും ദമ്മിൽ കിടന്ന് വേകാനുണ്ട്, അത് ഊറ്റി മാറ്റുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മസാല നല്ലോണം കുറുകിയ ഒരു ഉരുളക്കിഴങ്ങിലും ചിക്കനിലെല്ലാം മസാല പിടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഈ ഒരു മസാല വെറുതെ വയ്ക്കാൻ തന്നെ നമുക്കിപ്പോൾ ചപ്പാത്തിൻ്റെ എല്ലാം കൂടെ കറിയായിട്ട് ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിലും അടിപൊളി ടേസ്റ്റി ആയിരിക്കും. ഇനിയിപ്പോൾ ഞാൻ ദം ചെയ്തെടുക്കലാണ്. ഞാൻ ആദ്യം കുറച്ച് നമ്മൾ ബിരിയാണിയെല്ലാം ചെയ്യൂലേ അതുപോലെ കുറച്ച് മാത്രം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ് ഉണ്ടാകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുമെന്നെല്ലാം ചിന്തിക്കുന്നവരുണ്ടാവും. നല്ല ടേസ്റ്റിയാണ്. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഉരുളക്കിഴങ്ങ്. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഉരുളക്കിഴങ്ങിട്ട ഐറ്റംസ് എല്ലാം. ഫ്രഞ്ച് ഫ്രൈസ് ആയാലും പിന്നെ ചിക്കനിൽ നമ്മൾ ചുട്ടെടുക്കെല്ലാം ചെയ്യില്ല, ആ ഒരു ടൈമിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഉരുളക്കിഴങ്ങ്. അപ്പം ഉരുളക്കിഴങ്ങ് ഇഷ്ടപ്പെടാത്തവരുണ്ടാവില്ലേ, നിൽക്കാക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ കുറച്ചോ, ഞാനിപ്പോൾ 4 ഉരുളക്കിഴങ്ങനെ കട്ടാക്കിയിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. എനക്കും കുട്ടികൾക്കെല്ലാം ഇഷ്ടമാണ് ഉരുളക്കിഴങ്ങ്. കറിയിലല്ല, ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടം. ഇനിയിപ്പോൾ നമ്മളില്ലേ മസാല ഇട്ട് കൊടുത്തില്ലേ, എന്നിട്ട് പകുതി മാത്രം 1/4 ഭാഗം മാത്രം വേവിച്ച റൈസും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിന് മുകളിൽ നമ്മൾ ഫ്രൈ ആക്കി വെച്ച നമ്മൾ പകുതി ഉള്ളിയല്ലേ ഫ്രൈ ആക്കിയത് അരച്ചിട്ടുള്ളൂ, ബാക്കി പകുതി ഉള്ളിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് സാഫ്രോണ് കുങ്കുമം ഒഴിച്ച വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കുക. ഈ കുങ്കുമം എന്തായാലും വേണം കേട്ടോ. ഈ ഒരു യമനി റൈസിന് ഈ ഒരു സുറോബിയൻ റൈസിനിലെ എന്തായാലും ആ ഒരു ചിക്കനിലും ഉരുളക്കിഴങ്ങിലെല്ലാം ആ ഒരു കുങ്കുമത്തിൻ്റെ ഫ്ലേവർ ഇറങ്ങുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക. അതെന്തായാലും ചേർത്ത് കൊടുക്കുക. എല്ലാന്നുണ്ടെങ്കിൽ ഇത് സാധാരണ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ആ ഒരു കുങ്കുമത്തിൻ്റെ ആ ഒരു വെള്ളത്തിൽ കിടന്നിട്ടാണ് ഇതെല്ലാം വേവണ്ടേ. അപ്പോൾ ആ ഒരു പ്രത്യേക ഒരു സ്മെല്ലായിരിക്കും. നമ്മൾ ബിരിയാണി മന്തി പോലെയല്ല, അതിലിടുവാണെങ്കിൽ ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ബിരിയാണിനെക്കാട്ടി കൂടുതലല്ലാന്നുണ്ടെങ്കിൽ മന്തിയെക്കാട്ടി കൂടുതൽ ടേസ്റ്റ് എന്നൊന്നും ഞാൻ പറയൂല. ബിരിയാണിയല്ലേ ഏറ്റവും ടേസ്റ്റ് ആയിട്ടുണ്ടാവുക. നല്ല ബിരിയാണിയെല്ലാം ആകുമ്പം അത് ഭയങ്കര ടേസ്റ്റ് അല്ലേ. സാധാ ബിരിയാണിയല്ല, നമുക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ബിരിയാണി ഭയങ്കര ടേസ്റ്റ് അല്ലേ. അത്രയും ടേസ്റ്റ് വരില്ല, എന്നാലും മന്തിൻ്റെ കൂടെ എല്ലാം ഒപ്പിക്കാം. ആ ഒരു ടേസ്റ്റുള്ള റൈസ് തന്നെയാണ്. പക്ഷേ മന്തിൻ്റെയും ബിരിയാണിൻ്റെയും ഒന്നും ടേസ്റ്റ് അല്ല, വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കാം കേട്ടോ, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. വേറെ തന്നെ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണിത്.
ഇനിയിപ്പോൾ ഇതൊരു അരമണിക്കൂർ ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കുക. അതിനിടയിലുള്ള കിച്ചണിലെ പാത്രങ്ങളെല്ലാം ഞാൻ വേഗം കഴുകിയെടുക്കലാണ്. മക്കൾ പോയതിൽ ജസ്റ്റ് പെട്ടെന്ന് തന്നെ ഞാൻ എല്ലാം ഒതുക്കിയിട്ടാണ് എല്ലാ ഐറ്റംസും കട്ടാക്കി വെച്ചത്. ഞാൻ സത്യം പറഞ്ഞാൽ ഈ സൂറൂബിയൻ ബിരിയാണി റൈസ് എന്താ പറയുക റെസിപ്പി വീഡിയോ ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. കാര്യം കുറേ ആളെന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇർഫാന യൂറോപ്യൻ ബിരിയാണി റെസിപ്പി ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പം റെസിപ്പി ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു വേണ്ട, ഇന്നൊരു അടിപൊളി ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുക. കാര്യം എനിക്കില്ലേ കുറേ ക്ലീനിങ് ഉണ്ട്. അപ്പോൾ ഡീപ്പ് ക്ലീനിങ് വീഡിയോ ചെയ്തിട്ട് കുറേ നാളായില്ലേ. അപ്പോൾ വിചാരിച്ചു ഡീപ്പ് ക്ലീനിങ് വ്ളോഗ് ചെയ്യാമെന്ന്. അന്നേരം ഞാൻ എന്ത് ചെയ്തു, വേഗം കുട്ടികളും എല്ലാം പോയ ശേഷം വേഗം കിച്ചൺ ഒന്ന് ക്ലീനാക്കി എന്താ പറയുക ഐറ്റംസ് എല്ലാം ഒന്ന് കട്ടാക്കി റെഡിയാക്കി വെച്ചതാണ്. അങ്ങനെ ഞാൻ കുട്ടികളെല്ലാം സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെയാണ് വീട് മൊത്തത്തിൽ എന്താ പറയുക കിച്ചണാലും എല്ലാം നല്ലോണം ക്ലീൻ ആക്കേണ്ടി വരും. പിന്നെ ഇന്നാണെങ്കിൽ എനിക്ക് ഡീപ്പ് ക്ലീനിങ് ചെയ്യണം. ഞാൻ ആഴ്ചയിലൊരിക്കൽ ഡീപ്പ് ക്ലീൻ ചെയ്യും. എന്നാലേ ഒരു സമാധാനം ഒന്ന് ജനലും എല്ലാ ഐറ്റംസും എല്ലാം ഒന്ന് ക്ലീൻ ആക്കും. പിന്നെ മൊത്തത്തിലൊന്ന് തുടക്കും, മാറ്റും കാര്യങ്ങളെല്ലാം അലക്കാനിടും, ബെഡ്ഷീറ്റും കാര്യങ്ങളും എല്ലാം. അപ്പോൾ ഇതാ കുട്ടികൾ നേരത്തെ ഞാൻ കഴുകി എടുത്ത പാത്രങ്ങളടക്കം ഇത്രയും ഉണ്ട് കേട്ടോ. പാത്രങ്ങൾ ഇനിയിപ്പോൾ അത് കുറച്ച് ഉണങ്ങിക്കഴിഞ്ഞാൽ വെക്കും. എന്നെങ്കിലില്ലേ അലക്കാൻ തന്നെ കുറേ ഉണ്ട്. കാര്യം കുട്ടികളിൽ നിന്ന് തിരക്കിന് പോയോണ്ട് തന്നെ ബക്കറ്റിന് മുകളിൽ വെച്ചിട്ടല്ലോ പോയി. അങ്ങനെ കാണുമ്പോൾ എനിക്ക് എല്ലാം അന്നത്തെ ദിവസം തന്നെ അലക്കണമെന്ന് വിചാരിക്കും. അവിടെ ഒന്ന് ഡീപ്പ് ക്ലീൻ എല്ലാം ചെയ്യാനുണ്ട്. പിന്നെ ഇത് ഞാൻ ദം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അപ്പുറത്തേക്ക് പോലാണ്. ഇനിയിപ്പില്ലേ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ ഷെയർ ആക്കാം. നമ്മൾ പാരൻസിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നമ്മളെ കുട്ടികൾ പഠിച്ച് ഏറ്റവും നല്ല നിലയിൽ ഒന്നതിൽ അല്ലാന്നുണ്ടെങ്കിൽ നല്ല പൊസിഷനിലെത്തണം, നല്ല ബിസിനസ്സിലോ അല്ലാന്നുണ്ടെങ്കിൽ നല്ല പ്രൊഫഷനിലോ എത്തണം എന്നുള്ളത് നമ്മുടെ പാരൻസിൻ്റെ ആഗ്രഹമാണ്. എന്നാലും നമ്മൾ പണ്ട് മുതലേ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് മുതലേ ഉള്ള പാരൻസ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളൊന്നും ശ്രദ്ധിക്കണ്ട, അവർ പഠിച്ചോളും, നമ്മൾ ശ്രദ്ധിക്കാനൊന്നും ആരും ഉണ്ടായിട്ടില്ലല്ലോ എന്നുള്ളൊരു ചിന്താഗതി നമ്മളിൽ പല പാരൻസിനും ഉണ്ട്. അവരങ്ങനെ പഠിച്ച് വളർന്നോളും എന്നുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ചില പാരൻസ് വിചാരിക്കുക ഇപ്പം ശ്രദ്ധിക്കേണ്ട, കുറച്ചുകൂടി കഴിയട്ടെ, അവർ വലുതാവട്ടെ എന്നിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങാന്ന്. എന്നാലില്ലേ കുട്ടികൾക്ക് ചെറുപ്രായത്തിൽ കിട്ടേണ്ട ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. അത് കിട്ടിയിട്ടില്ല എന്നില്ലെങ്കിൽ, അത് ചെറുപ്രായത്തിൽ തന്നെ കിട്ടിയിട്ടില്ലെങ്കിലേ ഭാവിയിൽ അവർ വളർന്ന് വലുതായി കഴിഞ്ഞാലില്ലേ വലിയ ക്ലാസ്സിലെല്ലാം എത്തുമ്പം ആ ഒരു സബ്ജക്റ്റിനോട് അവർക്ക് എന്താ പറയുക പ്രയാസം തോന്നിയും അല്ലാന്നുണ്ടെങ്കിൽ വെറുപ്പ് തോന്നെല്ലാം ചെയ്യും. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ചെറുതിലെ എന്താ പറയുക ചെറിയ പ്രായത്തിലുള്ള അവരെ ഇഷ്ടങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ അവരെ താല്പര്യങ്ങളോ ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അവർക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ പ്രയാസമുണ്ടോ ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ഇല്ലേ അവരുടെ ഇഷ്ടം പോലെ അവർ എല്ലാത്തിനും അങ്ങനെ വിടണമെന്നല്ല, എന്നാലും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവർക്ക് ഇപ്പം ചിത്രം വരയ്ക്കാൻ ഇഷ്ടമുള്ള കുട്ടികൾക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. സ്പോർട്സിലും ആർട്സിലെല്ലാം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അങ്ങനത്തെയിലെല്ലാം പ്രോത്സാഹനം കൊടുക്കുക, മോട്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ ഏത് മേഖലയിലാണോ കുട്ടികൾ താല്പര്യം കാണിക്കുന്നത് അതിൽ നമ്മൾ കുട്ടികൾക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക കേട്ടോ. അപ്പം ചില പാരൻസ് ഉണ്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം മക്കൾ വളരണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ. ഇന്നത് പഠിക്കണം, ഇന്നത് ഈ നേരം ചെയ്യണം, അങ്ങനെ വാശി പിടിക്കുന്ന പാരൻസ്. അങ്ങനെയല്ല കേട്ടോ നമ്മൾ കുട്ടികളെ വളർത്തേണ്ടത്. കുട്ടികൾക്ക് എന്താണോ ഇഷ്ടം അവരെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ വിടുക. അവർക്ക് എന്തിലാന്ന് ഇപ്പോൾ ചിത്രം വരയ്ക്കാനാന്ന് കുട്ടിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് കുറച്ച് സമയം അവരെ അതിലേക്ക് വിടുക. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് സ്പോർട്സിലും ആർട്സിലും എല്ലാം താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ ഏതിലാണോ അവർക്കിഷ്ടം അത് പോണ്ട, അല്ലാന്നുണ്ടെങ്കിൽ വേണ്ട, അങ്ങനെ പേടിപ്പിക്കുന്ന പാരൻസിലുണ്ട്. അതെല്ലാം ഒഴിവാക്കിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള മേഖലയിൽ അവരെ വളരാൻ അനുവദിക്കട്ടെ. ഇപ്പം നമ്മളൊരു അക്കാദമിക് ലെവലിൽ വരുവാണെങ്കിൽ കുട്ടികൾക്ക് പ്രയാസമുള്ള വിഷയങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ട വിഷയങ്ങളോ ഉണ്ടെങ്കിൽ അത് ചെറുപ്പത്തിലേ നമ്മൾ ഉയർത്തിക്കൊണ്ട് വരണം. എന്നാൽ മാത്രമേ നമ്മൾ കുട്ടികളെ നമ്മൾ വിചാരിക്കുന്ന നിലയിലല്ലാന്നുണ്ടെങ്കിൽ അതിലും ഉയരുള്ള നിലയിൽ നമുക്ക് കുട്ടികളെ എത്തിക്കാൻ പറ്റൂ. അപ്പോൾ അത്തരത്തിൽ നമ്മൾ കുട്ടികൾ എല്ലാ മേഖലയിലും ഉയർത്തിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനമുണ്ട് ആൽബിഡോ. ആൽബിഡോ ഒരു ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോമാണ്. ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിലാണ് കേട്ടോ ഇവർ കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. കുട്ടികൾക്ക് പ്രയാസമുള്ള വിഷയത്തിൽ അവരെ സപ്പോർട്ട് ചെയ്യാനും അവരുടെ ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്യാനെല്ലാം ഇവർ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ കോഴ്സിലാണ്. അതുപോലെ തന്നെ കിൻഡർ ഗാർഡന്, അതുപോലെ തന്നെ അക്കാദമിക് ട്യൂഷൻസ് എല്ലാം ഇവർ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിന് പുറമെ മെൻറ്റേഴ്സും ഉണ്ടാകും കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിക്ക്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിലായിരിക്കും ഇവർ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം കുട്ടികൾക്ക് വെറുതെ അങ്ങ് പഠിപ്പിച്ച് പോവുക എന്നതിലുപരി അതിൻ്റെ കണ്ടൻറ്റ് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് ഇവർ ഓരോ ക്ലാസ്സസും കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്.
അപ്പം കുട്ടികളെ ഹെൽപ്പ് ചെയ്യണം, ഭാവിയിൽ അവരെ നല്ല ഉയർച്ചയിൽ കാണണമെന്ന് ചിന്തിക്കുന്ന പാരൻസ് ആണെങ്കിൽ വെറുതെ അങ്ങ് അവരെ പഠിക്കാൻ എന്താ പറയുക, വെറുതെ അവരെങ്ങനെ പഠിച്ച് വളർന്നോളൂ എന്ന് ചിന്തിക്കാണ്ട് അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കാട്ടോ എല്ലാ മേഖലയിലും. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആൽബിഡോൻ്റെ ഡീറ്റെയിൽസിനകത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്തോ. ഇനിയിപ്പോൾ ഞാനൊന്ന് മടക്കിയെടുക്കലാണ്. ഒരുപാട് പേര് ഇർഫാനൻ്റെ പാത്രങ്ങളൊന്ന് ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒരുപാട് പ്രാവശ്യം പറഞ്ഞത് തന്നെയാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കാണിക്കാതെ. പുതിയ സബ്സ്ക്രൈബേഴ്സിലാണെന്ന് തോന്നുന്നു. വീടെല്ലാം എടുക്കുന്നവർക്ക് ഉപകാരപ്പെടൂലേ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന്. ഇൻഷാ അല്ലാ ഞാൻ ചെയ്യാട്ടോ, എനിക്ക് ടൈം കിട്ടുവാണെങ്കിൽ ഞാൻ ചെയ്യാം. എല്ലാം കുറുക്കുമാസും പിന്നെ ഹോം മേക്കർ പിന്നെന്താ അങ്ങനത്തെ എല്ലാം തന്നെയാണ്. കുറേ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസ് ഉണ്ട്, അതെല്ലാം ഞാൻ വീഡിയോ ചെയ്യട്ടെ. അതെല്ലാം ഞാൻ ദുബൈയിൽ നിന്ന് തന്നെയാണ് വാങ്ങിയ, എന്താ പറയുക, എൻ്റെ വീട്ടിൽ കൂടലിന് മുന്നേ പോയാലും അങ്ങനെ വാങ്ങിയ ഐറ്റംസാണ്. അന്നേരമൊന്നും എനിക്ക് യൂട്യൂബ് ചാനലൊന്നും ഇല്ല കേട്ടോ. എനിക്ക് വീട് എടുക്കുമ്പോൾ ആഗ്രഹം ഉണ്ടായിന് വൈറ്റ് പാത്രങ്ങൾ വേണം, വൈറ്റ് കളർ വീട് വേണം, അങ്ങനെയല്ല. അപ്പം കോർക്കുമാസിൻ്റെ പാത്രങ്ങൾ, സ്റ്റീൽ പാത്രങ്ങൾ ആദ്യം ഉപ്പ കൊണ്ടുവരുത്തുണ്ട്, നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യലുണ്ട്. അപ്പോൾ ഉപ്പാക്കും എന്നെ പോലെ പാത്രങ്ങൾ ഭയങ്കര കാര്യമാണ്. അതുകൊണ്ട് തന്നെ പല മോഡൽ പ്ലേറ്റ് പാത്രങ്ങളെല്ലാം നല്ലത് നോക്കിയിട്ട് ഉപ്പാക്ക് എടുക്കാൻ അറിയാം. അങ്ങനെയാണ് നമുക്ക് കോർക്കുമാസിൻ്റെ ബ്രാൻഡ് നല്ലതാണെന്നല്ല അറിയുന്നത്. അപ്പം ഞാൻ വീട്ടിൽ കൂടുന്നതിന് മുന്നേ 3-4 വർഷം മുന്നേ ഞാൻ ഗൾഫിൽ പോയാലും നമ്മളിങ്ങനെ പാത്രങ്ങൾ വാങ്ങി വെക്കൂലേ, അങ്ങനെ അവിടെ കുർക്കുമാസിൻ്റെ തന്നെ പുതിയ മോഡൽ വൈറ്റും ബ്ലാക്ക് എല്ലാം കണ്ടേരം അങ്ങനെ വാങ്ങിയതാണ്. അതുപോലെ ഹോം മേക്കർ അതെല്ലാം നല്ല മോഡൽ കണ്ടേരം അങ്ങനെ വാങ്ങിയതാണ്. പക്ഷെ ഇപ്പം മാഷാ അല്ലാ ഒരുപാട് പേരെ കയ്യിൽ ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. ഒരുപാട് പേര് അത് സെയിം ഞാൻ വാങ്ങിയ ആ ഒരു പാത്രങ്ങളെല്ലാം വാങ്ങുന്നു, അത് നല്ലതാണെന്ന് പറയുമ്പോഴും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. എൻ്റെ കുറേ സബ്സ്ക്രൈബേഴ്സ് വാങ്ങിയിട്ടുണ്ട്, പല വീഡിയോസിലും ഞാൻ കാണലുണ്ട്. അതെല്ലാം ഭയങ്കര ഹാപ്പിയാണ്. ഇൻഷാ അല്ലാ നിങ്ങൾ പറയട്ടോ, എൻ്റെ ഡീറ്റെയിൽ പാത്രങ്ങളെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും, ഇൻഷാ അല്ലാ ഞാൻ ചെയ്യാം. പിന്നെ കുറേ പഴയ സബ്സ്ക്രൈബേഴ്സിലുണ്ടാവില്ലേ, പണ്ട് മുതലേ സബ്സ്ക്രൈബേഴ്സ് അത് ആൾക്കാർ, അവർക്ക് ബോറടിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കിച്ചൺ ടൂറും എന്താ ഈ പാത്രങ്ങളെ വീഡിയോ ഒന്നും കാണിക്കാത്ത. കുറേ പ്രാവശ്യമായി എന്താ നിങ്ങൾ കിച്ചൺ ടൂർ ചെയ്യാത്ത, ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാത്ത, നമുക്ക് അതുപോലത്തെ കിച്ചൺ ആക്കാനാണ് ഇർഫാനാന്നെല്ലാം കുറേ കമൻറ്റ് ആണ്. പക്ഷേ കണ്ടവർക്ക് വീണ്ടും മടുപ്പ് വരുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാനിങ്ങനത്തെ വീഡിയോസ് വീണ്ടും ചെയ്യാത്തത്. വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ പണ്ട് കിച്ചൺ ടൂർ വീഡിയോ ചെയ്തിന്, അന്നേരം എനിക്ക് വീഡിയോ എങ്ങനെ എടുക്കുക ഷൂട്ട് ചെയ്യാമെന്ന് അറിയില്ല. പിന്നെ ഐഫോണിലൊന്നും അല്ല വീഡിയോ എടുത്തത്, അതുകൊണ്ട് അതിൻ്റെ മിസ്റ്റേക്കിൽ എന്തായാലും ആ വീഡിയോസിനെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. ഇനിയിപ്പം ക്ലീനിങ് ടിപ്സിലേക്ക് വരാം. നമ്മളില്ലേ ക്ലീൻ ചെയ്യുന്ന ടൈമില്ലേ നമുക്ക് ഏറ്റവും ഭാരമായിട്ട് തോന്നുന്ന ഒരു പണി ഉണ്ടാവില്ലേ, അയ്യോ പഠിച്ചോനെ ഇതാണ് എനിക്ക് ഏറ്റവും അതെടുത്ത് തീർക്കണ്ടേന്ന് തോന്നുന്ന പണി, അതായിരിക്കണം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ആകുമ്പോഴേ അത് ഫുൾ തീർന്നതിനകത്ത് തന്നെ പകുതി പണി തീർന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടാവും. ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. എനക്കാണെങ്കിലില്ലേ ഇങ്ങനെ മടക്കി വെക്കാൻ കുറേ ഉണ്ടാവുമ്പം ഇത്ര ഒന്നല്ല കുറേ ഉണ്ടാവും. ഞാൻ ജസ്റ്റ് ഇത്ര മാത്രം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പം ഉണ്ടാകുന്ന ടൈം എനിക്ക് ബാക്കി പണി നീങ്ങാത്ത പോലെ തോന്നും. അതുകൊണ്ട് ഞാൻ ആദ്യം മടക്കി വെക്കും. എന്നിട്ടിതാ ഈ റൂമല്ലോ എനിക്ക് ക്ലീൻ ചെയ്യേണ്ടത്, അതാണ് രണ്ടാമത് എനിക്ക് പണിയായിട്ട് തോന്നുന്ന കാര്യം. പിന്നെ ഞാൻ എൻ്റെ പണ്ടത്തെ വീഡിയോസിലെല്ലാം പറയലില്ലേ, എൻ്റെ ഉമ്മാക്ക് ഭയങ്കര വൃത്തിയാണ്, OCD ഉണ്ടായിട്ടുണ്ടായിരുന്നു ഉമ്മാക്ക്. അന്നേരമല്ലാണെങ്കിലേ നമ്മൾ സ്കൂളിൽ പോകുന്ന ടൈം ഉമ്മ തുടക്കുന്നുണ്ടാവും, ഡീപ്പ് ക്ലീൻ ചെയ്യാൻ ഒരുങ്ങിയിട്ടുണ്ടാവും. പക്ഷേ രാത്രി വരെ, അന്നത്തെ ദിവസം രാത്രി വരെ ഉമ്മാക്ക് ക്ലീനിങ് ആയിരിക്കും. അപ്പോൾ ദിവസവും ഉമ്മാക്ക് ക്ലീനിങ് ആയിരിക്കും, ഉമ്മാക്ക് ഒരു റെസ്റ്റും ഞാൻ കാണലില്ല. അതുപോലെ തന്നെ നമ്മൾ സ്കൂളിലിട്ടിട്ട് വന്നാലല്ലേ എന്താ പറയുക, നമ്മൾ കാല് കഴുകിയിട്ട് വീട്ടിൽ കയറിക്കൂടൂ, സ്കൂളിലിട്ടിട്ട് വന്ന പാട് കുളിച്ച് ഫ്രഷ് ആകണം. അതുപോലെ തന്നെ പുറത്ത് കളിക്കാനൊന്നും ഉമ്മ വിടൂല, ചളിയാവും എന്ന് പറഞ്ഞിട്ട്. അത് നമ്മളിപ്പം പറയുമ്പോൾ അഹങ്കാരമൊന്നും ചാടമെന്നെല്ലാം വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, OCD ഉള്ളവർക്ക് അതിൻ്റെ ഒരു വിഷമം മനസ്സിലാവും. ഓസ്വാസ് എന്നാണ് നമ്മൾ പറയൽ. ഭയങ്കര ടെൻഷനായിരിക്കും അങ്ങനെയുള്ള ആൾക്കാർക്ക്. ഉമ്മ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടതിന്. കാരണം ആരെങ്കിലും വീട്ടിൽ പർദ്ദയിലിട്ടിട്ട് വരുമ്പം ഉമ്മ അവരെ പർദ്ദൻ്റെ താഴ്ഭാഗം നോക്കും ചളിയുണ്ടോയെന്ന്. അങ്ങനെ ചളിയാൻ പറ്റന്ന് കണ്ടിനെങ്കിലും ഉമ്മ ഓറ് പോയ പാട് തുടക്കുകയും അടിക്കും, എന്താ പറയുക, തുടക്കുകയും വെള്ളം ഒഴിച്ച് കഴുകെല്ലാം ചെയ്യും. കാരണം അത്രക്കും പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു. OCD കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടിട്ടുണ്ടായിന്. പക്ഷേ ആൾക്കാർ വിചാരിക്കും ഒക്കെ അഹങ്കാരം എന്നുള്ള വീട്ടിൽ കയറുന്നതുകൊണ്ടാണ്. അങ്ങനെയല്ല കേട്ടോ, ചില OCD ഉള്ളവർക്ക് അത് മനസ്സിലാവും. ഭയങ്കര ടെൻഷനായിരിക്കും അവിടെ ഒരു വൃത്തിയുടെ ഒരു ചെറിയ ചളി കാണുമ്പം. വീട്ടിലാണെങ്കിൽ എന്താ പറയുക പല്ലിയെല്ലാം ഉണ്ടാവില്ലേ, പല്ലി പോലും ഉണ്ടാവില്ല. കാരണം അതിൻ്റെ വേസ്റ്റെല്ലാം കാണുമ്പോൾ ഉമ്മക്ക് ടെൻഷനാണ്. അങ്ങനെ വൃത്തിയാണ്. ചില ആൾക്കാർ പറയുന്നേക്കാം ഈ ഗ്യാസ് ഓഫാക്കിനോ അല്ലാന്നുണ്ടെങ്കിൽ ഡോർ അടിച്ചിനോ എന്നല്ല ഒരു സംശയമൊന്നോ വിശ്വാസമെന്നല്ല. അതുപോലെ തന്നെയുള്ള വേറൊരു പ്രശ്നമാണ്. ഉമ്മക്ക് അങ്ങനെയൊന്നുമില്ല, പക്ഷെ ഉമ്മക്ക് ഭയങ്കര വൃത്തിയാണ്. ഉമ്മ
പക്ഷേ ഉമ്മാൻ്റെ ആ ഒരു വൃത്തി ഒരു ടൈം നമുക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം ഉമ്മ പുറത്തൊന്നും കളിക്കാനൊന്നും വിടൂല. അന്നേരം ഞാൻ ചിന്തിക്കും എന്തിനാ ഇങ്ങനെ വൃത്തി എന്നല്ല. പക്ഷെ ഇപ്പം അൽഹംദുലില്ലാ ഞാനൊരു വീട്ടമ്മയായതിനു ശേഷം എനിക്ക് മനസ്സിലായി വൃത്തി ഉണ്ടാക്കിയതിന് അതിലൊരു സുഖം വേറെ തന്നെയാണ്. അൽഹംദുലില്ലാ 12 മണിയാകുമ്പോഴേക്കും ആദ്യമല്ലേ ഉമ്മ രാത്രി വരെ ക്ലീനിങ് ആണ്. പിന്നെ ഉമ്മക്ക് മനസ്സിലായി. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ കുറേ ട്രീറ്റ്മെൻറ്റെല്ലാം ചെയ്തിട്ടുണ്ട് അതിന് ഒസ്വാസ് കുറയാൻ വേണ്ടിക്ക്. പിന്നെ ഉമ്മക്ക് ഐഡിയാസ് കിട്ടാൻ തുടങ്ങി. പിന്നെ ഉമ്മ വേഗം ഒരു 12 മണിയാകുമ്പം കുളിച്ച് ഫ്രഷ് ആകുന്ന ആ ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ടായിന്. അപ്പോൾ ഉമ്മ എപ്പോഴും പറയും മടി പിടിച്ചിട്ട് കിടന്ന് എന്താ പറയുക വെഡിൻ്റെ കിടന്ന് തരുന്നതിലും നല്ലത് 12 മണിയാവുന്നതിനുള്ളിൽ എല്ലാ പണികളും കഴിച്ച് കുളിച്ച് ഫ്രഷായി ഒന്ന് റെസ്റ്റ് എടുക്കുന്നതിൻ്റെ സുഖം അതാണ് കേട്ടോ. അതന്നെ വേറെ തന്നെയാണ്. അന്നേരം ഒരുപാട് ടൈം കിട്ടും എന്നല്ല ഉമ്മ പറയുന്നേക്കാം. അപ്പോൾ അതുപോലെ ഞാൻ ചെയ്യാൻ ശ്രമിക്കലുണ്ട്. പക്ഷെ ഇപ്പം അൽഹംദുലില്ലാ നമുക്ക് ചെറുതിലെ ഒരു ടിപ്സും കാര്യങ്ങളും കിട്ടുമ്പം നമ്മൾ വലുതാകുമ്പം അതിലും ഐഡിയാസ് നമുക്ക് കൂടൂലേ. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ ശുഭ നമസ്കാരം എല്ലാം കഴിഞ്ഞ് ഒരു 10 മണി 11 മണിയാകുമ്പോഴേക്ക് എൻ്റെ പണികൾ കഴിക്കാൻ ശ്രദ്ധിക്കലുണ്ട്. അപ്പം നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ രാവിലെ എണീക്കൽ ശീലമാക്കുക. രാവിലെ എണീക്കിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന പണികളിൽ പെട്ടെന്ന് സ്പീഡായിട്ട് തീരും. ഡീപ്പ് ക്ലീനിങ്ങിൽ ഉള്ളതാണെങ്കിൽ നമ്മൾ ഉച്ചക്കേക്കുള്ള ഫുഡ് അടക്കം റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് ടയേർഡാവും, മതി ഹോട്ടൽ ഫുഡ് വാങ്ങുക അങ്ങനെയെല്ലാം ചിന്തിക്കും. പക്ഷേ നമ്മൾ രാവിലെ തന്നെ ആ ഒരു ഫുഡും കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ട് ക്ലീനിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യം വരില്ല. രാത്രിയേക്കുള്ള ഫുഡ് അടക്കം ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പണിയായിട്ടുള്ളത് ഏതാണോ അത് ഫസ്റ്റ് തീർക്കുക. ഈസി ആയിട്ടുള്ളത് ലാസ്റ്റിലേക്ക് വെക്കാം. ഈസി ആയിട്ടുള്ളത് ഫസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോൾ മനസ്സിലൊരു ടെൻഷനായിരിക്കും ആ പണിയുണ്ടല്ലോ. അപ്പം അത് ആ ഒരു ടെൻഷൻ കുറഞ്ഞു കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ സ്പീഡായിട്ട് പണികൾ തീരും കേട്ടോ. ഞാനില്ലേ ആദ്യം എന്താ പറയുക ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം അലക്കാനുള്ളതാണെങ്കിൽ ആദ്യം അതെല്ലാം എടുത്ത് അലക്കാനിടും. എന്നിട്ട് മാറ്റ് ഉണ്ടെങ്കിൽ പിന്നെ മാറ്റ് അലക്കാനിടും. എന്നിട്ട് എന്താ പറയുക പൊടികളെല്ലാം എടുക്കും. നനഞ്ഞ തുണി വെച്ചിട്ടാണ് പൊടികൾ എടുക്കൽ. പണ്ടെല്ലാം ഉമ്മിൽ എന്താ പറയുക ഉണങ്ങിയ തുണി വെച്ചിട്ടാണ് പൊടികൾ തട്ടാം. പക്ഷേ പിന്നെ അലർജി ശ്വാസമുട്ടലിൻ്റെ പ്രശ്നം വന്നേരം ഡോക്ടർ പറഞ്ഞതാണ് നനഞ്ഞ തുണി വെച്ചിട്ട് പൊടി കളഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം കുറയുമെന്ന്. അങ്ങനെയാണ് ഉമ്മ നനഞ്ഞ തുണി വെച്ചിട്ട് ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. അപ്പം നനഞ്ഞ തുണി വെച്ചിട്ട് തുടക്കുമ്പോൾ കുറച്ചുകൂടി ക്ലീൻ ആയിട്ട് കിട്ടും. ഒരു പ്രാവശ്യം ഒന്ന് തുടക്കും, പിന്നെയും രണ്ടാമത്തെ പ്രാവശ്യം എന്തെങ്കിലും ലിക്വിഡ് വെച്ചിട്ട് വീണ്ടും തുടച്ചെടുക്കും. അങ്ങനെ ജനലും ടാബിളും കസേരയും എല്ലാം തുടച്ചെടുക്കും കേട്ടോ. എന്നിട്ട് പിന്നെ ഒന്ന് അടിച്ചു വാരും, മൊത്തത്തിലൊന്ന് അടിച്ചു വാരും. എന്നിട്ടാണ് നിലം തുടക്കുക. അപ്പം മൊത്തത്തിൽ പണികൾ പെട്ടെന്ന് തീരുന്നപോലെ എനിക്ക് ഫീൽ ആകലുണ്ട്. അപ്പോൾ ഇതാ നമ്മളില്ലേ ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ ഇങ്ങനെ ഐറ്റംസ് ഡെക്കോർ ഐറ്റംസ് എല്ലാം ഉണ്ടാവില്ലേ വീട്ടിൽ വെച്ച് അതിൻ്റെ എല്ലാം പൊടി കളയണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു പൊടി പിടിച്ച് ഒരു നമ്മൾ ചിലരെ വീട്ടിൽ കയറുമ്പോൾ ഭയങ്കര ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യും. എന്നാൽ ചിലരെ വീട്ടിൽ കയറുമ്പം ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് കിട്ടലില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിലയെല്ലാം തുടച്ചടിച്ച് വരുന്നുണ്ടാവും, പക്ഷെ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസും കൂടി നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിലേ കബോർഡിലെ പാത്രങ്ങൾ ഇടയ്ക്കൊന്ന് കഴുകി ക്ലീനാക്കി വെക്കുക. അതുപോലെ തന്നെ ഡെക്കോർ ഐറ്റംസ് അതിൻ്റെ എല്ലാം ഒന്ന് പൊടി ഒരു നനഞ്ഞ തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുക. അങ്ങനെയെല്ലാം ആകുമ്പം നമ്മളൊന്ന് തുടച്ച് കഴിഞ്ഞാൽ മൊത്തത്തിലൊരു ഫ്രഷ് ഫീൽ കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ മക്കളുടെ റൂമിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പം മക്കളുടെ റൂമിലെ ബെഡ്ഷീറ്റും കാര്യങ്ങളും എല്ലാം ഒന്നും മാറ്റിയെടുക്കലാണ്. പിന്നെ ബ്ലാങ്കറ്റ് എന്താ പറയുക പുതപ്പുണ്ടാവില്ലേ, പുതപ്പ് എന്താ പറയുക ഞാനിങ്ങനെ ചെക്ക് ചെയ്തിട്ട് അലക്കണോ വേണ്ടോ എന്നങ്ങനെ ഒരാഴ്ചയിലായത് മാത്രമേ അങ്ങനെ എന്താ പറയുക അലക്കാനെടുക്കും. ബാക്കിയുള്ളത് അങ്ങനെ മടക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കലാണ്. അപ്പോൾ ഇതാ ബെഡ്ഷീറ്റും കാര്യങ്ങളും എല്ലാം ഒന്ന് മാറ്റിയെടുക്കലാണ്. എന്നിട്ട് മക്കളുടെ സ്റ്റഡി ടേബിളും കാര്യങ്ങളും എല്ലാം ഒന്ന് ക്ലീൻ ആക്കും. അവിടെ എല്ലാം ക്ലീൻ ആക്കി കഴിഞ്ഞാൽ കിച്ചണിലേക്ക് വരും. കിച്ചണിൽ രാവിലെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടക്കി പിറക്കി എന്താ പറയുക പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകിയിട്ട് വരും. കാര്യം പാത്രം കഴുകൽ വലിയ ടാസ്ക് തന്നെയല്ലേ. പാത്രം കഴുകൽ മടക്കിയെടുക്കലല്ലോ ഒന്ന് ഭയങ്കര എന്താ പറയുക അധികം ആൾക്കാർക്കും അങ്ങനെയല്ലായിരിക്കും. ചില ആൾക്കാർക്ക് ഓരോരോ രീതി ആയിരിക്കൂലേ. എനിക്കാണെങ്കിലും പാത്രം കുറേ ബേസിൽ കാണുമ്പോൾ ഇല്ല ഭയങ്കര ടെൻഷനാണ് ഇതെല്ലാം ചെയ്ത് തീർക്കണ്ടേന്നുള്ള. അതുകൊണ്ട് അങ്ങനത്തെ പണികളെല്ലാം ഞാൻ ഫസ്റ്റ് തീർക്കും. അങ്ങനെ ആകുമ്പോൾ കിച്ചണിലേക്ക് വരുമ്പം കൗണ്ടർ ടോപ്പിന് മുകളിലൊന്നും ഒന്നും ഉണ്ടാവില്ല. ബേസിൻ്റെ ഉള്ളിലും പാത്രങ്ങളില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗങ്ങളും പൊടികൾ ഇതുപോലെ കളഞ്ഞാൽ പിന്നെ കിച്ചണിൻ്റെ കാര്യം ഈസി ആയിട്ട് മാറും. ഡീപ്പ് ക്ലീനിങ് എല്ലാം ഉള്ള ദിവസമാണെങ്കിൽ ഞാൻ രാവിലെ തന്നെ എല്ലാം കിച്ചണിലെ ഏകദേശം പാത്രങ്ങളും കാര്യങ്ങളെല്ലാം ഒന്ന് കഴുകി ക്ലീനാക്കി വെക്കാനും ശ്രദ്ധിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പിന്നെ ക്ലീനിങ്ങിൽ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മുടെ കിച്ചണിൽ പാത്രങ്ങൾ വെച്ച സ്ഥലങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ
ഡെക്കോർ ഐറ്റംസ് എല്ലാം ഒന്ന് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറ്റി വെക്കുകയാണെങ്കിലേ നമുക്ക് ഒരു ഫ്രഷ് ഫീൽ ആയിരിക്കും, പുതിയ എവിടെയോ പോയ പോലത്തെ ഒരു ഫീൽ ആയിരിക്കും. പണ്ടല്ലാന്നെങ്കിലേ നമ്മൾ ഉമ്മ ക്ലീൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല, ആ ക്ലീൻ ചെയ്യുന്ന സമയം നമ്മൾ സ്കൂൾ വിട്ട് വരുന്ന ടൈമിൽ കബോർഡും ബെഡെല്ലാം ഉണ്ടാവും, ഓരോരോ സ്ഥലത്ത് പൊസിഷൻ മാറ്റി വെച്ചിട്ടുണ്ടാവും. നല്ല ഭംഗിയാണ്, പുതിയ വീട്ടിലേക്ക് കയറുന്നൊരു ഫീൽ ആയിരിക്കും. അതെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ആരെങ്കിലും കൂട്ടിയിട്ട് ചെയ്യണം കേട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് പെയിൻ്റെ പ്രശ്നമെല്ലാം ഉണ്ടാവും. ഉമ്മാക്ക് അങ്ങനെ നടുവേദൻ്റെ പ്രശ്നമെല്ലാം കുറേ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം വൃത്തി ഓവറില്ല ആൾക്കാർക്ക് അധികവും നടുവേദൻ്റെ പ്രശ്നങ്ങളുണ്ടാവും, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അങ്ങനെ പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കണ്ട, ആരെങ്കിലും ഹെൽപ്പോട് കൂടി മാത്രം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുക. ഒറ്റയ്ക്ക് അങ്ങനത്തെ ഒന്നും കാര്യങ്ങൾ ചെയ്താൽ നമ്മളെ ബോഡിക്ക് നല്ലതല്ല. വൃത്തി വേണം, എന്നാൽ നമ്മൾ മൊത്തത്തിൽ ജീവിതം തന്നെ വൃത്തിക്ക് വേണ്ടിക്ക് എന്താ പറയുക കളയാനും പാടില്ല. എൻ്റെ ഉമ്മെല്ലാം അങ്ങനെ ഉണ്ടായിരുന്നു, ജീവിതം തന്നെ വൃത്തിയാക്കാൻ മാത്രമായിരുന്നു ഉമ്മാൻ്റെ ജീവിതം. പിന്നെയൊന്നും ഉമ്മ ശരിയായി വൃത്തി നോർമൽ ആ ഒരു രീതിയിലേക്ക് വന്ന്. ഇപ്പം ഉമ്മാക്ക് അങ്ങനെ ആൾക്കാർ വന്നാൽ അങ്ങനെയൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ. പണ്ടത്തെ കാര്യമൊന്നും അതൊരു അഹങ്കാരമായിട്ടുള്ള ആൾക്കാർ കാണും, പക്ഷേ ഓരോരോ ആൾക്കാർ അനുഭവിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ വിഷമം മനസ്സിലാവും. അങ്ങനെ ഇപ്പം ഉമ്മാക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഉമ്മ ഒസ്വാസെല്ലാം കുറേ കുറഞ്ഞ് കിട്ടിയിട്ടുണ്ടായിട്ട് കുറേ ആൾക്കാരുണ്ട്. അന്നേരം ഒസ്വാസില്ല ആൾക്കാർ പല രീതിയിൽ ഒന്നെടുത്തോണ്ട് നിൽക്കുന്ന ആൾക്കാരെല്ലാം ഉണ്ട്. ഒന്നെടുത്തതിനാലും ഒന്നും ശരിയായിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാർ. പക്ഷെ ഉമ്മാക്ക് അങ്ങനെ ഒന്നുമല്ല, ഉമ്മാൻ്റെ വീട് എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കണം, അങ്ങനത്തെ ഒരു ചിന്താഗതിയാണ് ഉമ്മാക്ക് ഉണ്ടായത്. അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ അടുപ്പും ഒന്ന് ജസ്റ്റ് തുടച്ചിട്ടാണ് പോയിട്ടുണ്ടായിന്. പിന്നെ രാത്രിത്തെ കാര്യം ചിന്തിക്കുമ്പോൾ ടെൻഷനില്ല, മൊത്തം ഫുഡെല്ലാം റെഡിയാക്കി വെച്ചിനല്ലോ എന്നുള്ള ഒരു ആശ്വാസം ഉണ്ടാവും. ഇനിയിപ്പോൾ ഞാൻ തുടച്ചുകൊണ്ട് തന്നെ സ്പോഞ്ച് ഇട്ടിട്ടൊന്നും അരക്കുന്നില്ല. ഈ മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് നല്ല അടിപൊളിയാണ് കേട്ടോ, വാങ്ങാത്തവർ വാങ്ങിക്കോ. അടുപ്പെല്ലാം തുടക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അങ്ങനെ അപ്പോൾ ഇതാ അടുപ്പും കൂടി എല്ലാം ഒന്ന് തുടച്ചാലുമില്ലേ ജസ്റ്റ് ഒരു കളിയും കാര്യങ്ങളുണ്ടാവും. നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പം ഫാനും കാര്യങ്ങളെല്ലാം ഒന്ന് തുടച്ചെടുക്കുമല്ലോ. ഞാനതൊന്നും വീഡിയോസിൽ കാണിക്കാത്തതാണ്. പിന്നെ നമ്മൾ പല വീഡിയോസും ഭാഗങ്ങൾ കട്ടാക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തുടക്കുന്ന ടൈം ഓരോരോ നമ്മളെ ബോഡീൻ്റെ ഫുൾ എന്താ പറയുക ഇത് കാണണ്ടെന്ന് വിചാരിച്ചിട്ട് ഓരോരോ ഭാഗങ്ങൾ അങ്ങനെ കട്ടാക്കുന്നതാണ് കേട്ടോ. ഞാൻ ഫാന് തുടച്ചിട്ടുണ്ടായിന്. പിന്നെ ഭയങ്കര പണിയല്ലേ ഈ ഓരോരോ ഭാഗം വീഡിയോ എടുക്കാമെന്ന് പറയുമ്പം. ഞാൻ പണ്ടെല്ലാം ചെയ്യലുണ്ട്, പക്ഷേ ഇപ്പം എനിക്കെന്തോ ഓരോരോ ഭാഗങ്ങൾ ക്ലീൻ ചെയ്യുന്നതെല്ലാം കാണിക്കുമ്പോൾ ഭയങ്കര പ്രയാസമായിട്ട് അങ്ങനെ തോന്നൽ. ഫാനെല്ലാം ക്ലീൻ ചെയ്യുമ്പോൾ ഞാൻ ഫാൻ ക്ലീൻ ചെയ്യുന്നതെല്ലാം ടിപ്പ് പറഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ ഫാനും പിന്നെ മുകൾ ഭാഗത്തിലെ ചിലന്തി വല കാര്യങ്ങൾ അതെല്ലാം എടുത്തിട്ടുണ്ടായിന്. അന്നേരം എന്തായാലും കിച്ചണിൽ പൊടി ഉണ്ടാവും, നമ്മളെത്ര തുടച്ചാലും വൃത്തിയാക്കി കഴിഞ്ഞാലും. അപ്പോൾ ആ പൊടിയും നിലത്ത് പോകുമ്പം ഇവിടെ എല്ലാം പൊടി ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ഒന്ന് ജസ്റ്റ് ഒരു നല്ലൊരു സ്മെല്ലുള്ള എന്തെങ്കിലും ലിക്വിഡ് ഒഴിച്ചിട്ട് അങ്ങനെ തുടച്ചെടുക്കും. എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് നനൻ്റെ തുണി വെച്ചിട്ട് തുടച്ചെടുക്കും. അന്നേരം ഒരു ഫ്രഷ് ഫീൽ കിട്ടും കേട്ടോ, നല്ല സ്മെല്ലായിരിക്കും നമ്മുടെ കിച്ചൺ എപ്പോഴും. ഞാൻ കിച്ചണിൽ നിന്ന് മീനെല്ലാം കട്ട് ചെയ്യുമ്പോൾ എന്നോട് ചോദിക്കലുണ്ട്, കിച്ചണിൽ നിന്ന് മീൻ കട്ട് ചെയ്യുമ്പം സ്മെല്ലുണ്ടാവില്ലേന്ന്. ഇല്ല കേട്ടോ, നമ്മൾ ഡീപ്പായിട്ടൊന്ന് ക്ലീൻ ആക്കുകയാണെങ്കിൽ ആ തെറിച്ച ഭാഗത്തെല്ലാം സ്പോഞ്ച് വെച്ച് ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണെങ്കിലേ കിച്ചൺ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതാ കിച്ചൺ മൊത്തത്തിൽ ക്ലീൻ ആക്കിയിട്ടുണ്ട്. എല്ലാ ഭാഗവും നിങ്ങൾ ഈ കണ്ട ഭാഗങ്ങൾ മാത്രമല്ല, ഒരുപാട് ഭാഗങ്ങൾ ഞാനെല്ലാം ഡീപ്പായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പം തുടച്ചെടുക്കലാണ്. ഒരു പ്രാവശ്യം തുടക്കും, പിന്നെയും വെള്ളം മാറ്റിയിട്ട് ഒന്ന് തുടക്കും, പിന്നെ മൂന്നാമത് നല്ല കച്ചറുണ്ടെങ്കിൽ മൂന്നാമതും വെള്ളം മാറ്റിയിട്ട് അങ്ങനെ തുടച്ചെടുക്കും കേട്ടോ എല്ലാ ഭാഗവും. അപ്പോൾ ഇതാ മൊത്തത്തിൽ എനിക്ക് ഈ ഒരു മഫ് വെച്ചിട്ട് എൻ്റെ കയ്യിൽ പല ടൈപ്പിലും മഫുണ്ട്. പക്ഷേ നമ്മൾ മഫ് എന്നാന്ന് പറയല്, മോപ്പ് എന്നല്ല പറയാം. അപ്പോൾ മോപ്പുണ്ട്, പക്ഷേ എനിക്ക് ഈ ഒരു മഫ് വെച്ചിട്ട് തുടക്കലാണ് ഏറ്റവും ഈസി ആയിട്ട് തോന്നൽ. അതുകൊണ്ട് ഇത് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ തുടക്കൽ. അതിൻ്റെ ഇടയിലുള്ള കുറേ എന്താ പറയുക തുണിക്കുപ്പായം നമ്മൾ പറയും ഡ്രസ്സെല്ലാം അലക്കാനിട്ടിട്ട് ലാസ്റ്റ് ഇതാ ബ്ലാങ്കറ്റും കൂടി അലക്കാനിട്ടിട്ടുണ്ടായിന്. ആ ഭാഗം ഒന്ന് ക്ലീനാക്കി ഒന്ന് ചെടികളെല്ലാം വെച്ചൊന്ന് വേറെ തന്നെ ഒരു ലുക്കാക്കി എടുത്തിട്ടുണ്ട്. അന്നേരം എനിക്ക് പിറ്റേ ദിവസം വരുമ്പോൾ ഒരു ഫ്രഷ് ഫീലായിട്ട് എനിക്ക് തോന്നലുണ്ട്. പിന്നെ എല്ലാം കഴിഞ്ഞാൽ എന്തെങ്കിലും സ്മെല്ലിന് വേണ്ടിയിട്ട് ബുഹൂറോ ഊതോ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാൻഡിൽ ലൈറ്റോ എന്തെങ്കിലും കത്തിക്കും. ഇതെവിടുന്നാണ് വാങ്ങിയെന്ന് ചോദിച്ചിട്ടുണ്ടായിന്. ബാത്ത് ആൻഡ് ബോഡി വെക്കില്ലേ, അവിടുന്ന് വാങ്ങിയതാണ്. നല്ല സ്മെല്ലാണ്, പക്ഷെ പെട്ടെന്ന് തീർന്നു പോകും കേട്ടോ. ബാത്റൂമിൽ വെക്കുന്ന സംഭവമൊന്നും, പക്ഷേ ഞാൻ കിച്ചണിൽ എല്ലായിടത്തും യൂസ് ചെയ്യലുണ്ട്. അപ്പോൾ ഇതാ മൊത്തത്തിൽ ക്ലീൻ ആയാൽ തന്നെയില്ലേ. ഞാൻ കോട്ടയാടും എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ടായിന് കേട്ടോ. കോട്ടയാടിൻ്റെ ഉള്ളിൽ എന്തായാലും ഈ ചെറിയ ചെറിയ പൊടികളുണ്ടാവും, ഈ ഓല തെങ്ങുന്നെല്ലാം പൂക്കലെല്ലാം വീകും, അതെല്ലാം കളഞ്ഞിട്ടുണ്ടായിന്. പിന്നെ അതൊന്നും ഞാൻ ഡീപ്പായിട്ട് വീഡിയോ എടുത്തിട്ടില്ല എന്നേ ഉള്ളൂ. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനില്ല അധികം പണിയെടുക്കുമ്പോൾ ഖുറാൻ വെച്ചിട്ടാണ് പണിയെടുക്കൽ. അങ്ങനെ ആകുമ്പില്ലേ എനിക്ക് പണികൾ പെട്ടെന്ന് തീരുകയും ചെയ്യും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഖുറാൻ ഓതാനും പറ്റും.
നമുക്ക് ടൈമില്ല, ഖുറാൻ തൊടാൻ ടൈമില്ല എന്നെല്ലാം വീട്ടമ്മമാർ അധികം പരാതി പറയുന്നില്ലേ. നമ്മൾ പണിയെടുക്കുന്ന കൂട്ടത്തിൽ അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടോതണമെന്ന് തന്നെ നിർബന്ധമില്ല. നമുക്ക് പണ്ടത്തെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാരിലെ കേട്ടിട്ടാണ് പഠിച്ച ഖുറാന്. അങ്ങനെ പിന്നെ ഖുറാനായിട്ട് ക്രോഡീകരിച്ചതല്ലേ. അപ്പോൾ നമ്മൾ കേട്ടിട്ട് ഓതിക്കഴിഞ്ഞാൽ നല്ല പുണ്യം തന്നെയാണ്. ഓതാണ്ട് നിൽക്കുന്നതിലും പുണ്യം തന്നെയാണ് കേട്ടോ, കേട്ടിട്ട് ഓതലും. അപ്പോൾ നമ്മൾ കാണാണ്ട് എങ്ങനെ പഠിക്കും, നമ്മൾ പാട്ടെല്ലാം പഠിക്കൂലേ, അതുപോലെ ഖുറാനും നമ്മൾ കാണാണ്ട് പഠിക്കും. ഡെയിലി ഇങ്ങനെ ടി വിയിൽ ഖുറാനെല്ലാം വെക്കുകയാണെങ്കിൽ. ഇനിയിപ്പോൾ എൻ്റെ എല്ലാ ക്ലീനിങ് കഴിഞ്ഞു, മാഷാ അല്ലാ അൽഹംദുലില്ലാ. ക്ലീനിങ് കഴിഞ്ഞാൽ തന്നെ ഒരു സമാധാനമാണ് കേട്ടോ. ഇനിയിപ്പോൾ കുളിച്ച് ഫ്രഷായി, ളുഹർ നമസ്കാരമെല്ലാം കഴിഞ്ഞ് എന്നിട്ടിതാ ഒന്ന് എന്താ പറയുക, ഇത് നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ചിക്കൻ സുറൂബിയൻ ബിരിയാണി നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കി നോക്ക്. കുറേ ചിക്കനൊന്നും വേണമെന്നില്ല, കുറച്ച് ഉരുളക്കിഴങ്ങും കുറച്ച് ചിക്കനെല്ലാം ഉണ്ടെങ്കിൽ തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിക്ക്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തന്നതാണ്, ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ റെസിപ്പീസ് എല്ലാം ട്രൈ ആക്കി നോക്കുക. പിന്നെ പാർട്ടി വ്ളോഗിനെല്ലാം നിങ്ങൾ തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ഒരുപാട് നല്ല നല്ല കമൻറ്റ് വന്നിട്ടുണ്ടായിനി, ഒരുപാട് പേരിലേക്ക് എത്തിയിട്ടുണ്ടായിനി. ഒരുപാട് എന്താ പറയുക, അവർക്ക് ഞാൻ കമൻറ്റിന് റിപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല. ഇൻഷാ അല്ലാ എല്ലാ കമൻറ്റും കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എനിക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ഒരു സ്മൈലെങ്കിലും കമൻ്റ് ആയിട്ട് ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. ബൈ.